ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 37ാമത്തെ ഡേ ആണ്. അപ്പം നമ്മൾ ഒരു വീക്കിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ഡേയിൽ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഞാൻ ഇത് തലേ ദിവസം നൈറ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പിറ്റേന്ന് ഇത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എടുക്കുമ്പോഴുള്ള ഒരു കളറാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ പാത്രത്തിൽ, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോ അങ്ങനെ എന്തെങ്കിലും ഇരുമ്പ് പാത്രത്തിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ കളറെന്ന് പറയുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, പ്രിഫർ ചെയ്യാം. ആ ഒരു പാത്രത്തിൽ വേണമെങ്കിൽ വെക്കുന്നത് ഒത്തിരി കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡെയിലി ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇതിന് മുൻപുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോയിൽ പോയി കണ്ടാൽ മതിയാകും കേട്ടോ. പിന്നെ എപ്പോഴെപ്പോഴും കാണിക്കണതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനിട്ടുള്ളത്. പിന്നെ എല്ലായ്പ്പോഴും പറയണ പോലെ തന്നെ ഇതിന് മുൻപായിട്ട് ഈ ഒരു പാക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്ത്തിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് നൈറ്റ് സ്കാൽപ്പിൽ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇൻവേർഷൻ മെത്തേഡും കൂടി ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുടിയുടെ ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് എല്ലാ ഹെയർ പാക്കുകളും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എങ്ങനെയാണോ ആ ഒരു കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. സ്കാൽപ്പിൽ എല്ലായിടത്തും അത് എത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു ഫ്രണ്ടിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാക്ക് ഞാൻ എടുത്ത് ഇതിൽ മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാകത്തിനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയുടെ ലെങ്തിലേക്കും കൂടി ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട്, അതായത് 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷമാണ് ഇത് ഹെയർ വാഷ് ചെയ്യുന്നത്. അങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാകും. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. പിന്നെ നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ കുറച്ച് ഷാമ്പു എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അല്ലാന്ന് നാച്ചുറൽ ഷാമ്പു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിർബന്ധമില്ല, നിങ്ങൾക്ക് അത്രയ്ക്കും യൂസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഡെയിലി ഷാമ്പു ചെയ്താൽ മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞാൽ ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് പോകും കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു പാക്ക് ആയതുകൊണ്ട് നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് സോക്കായതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകും കേട്ടോ. അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ മുടിയുടെ ആ ഒരു ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫുള്ള് മേലെ കെട്ടി വെച്ചു കേട്ടോ. ഇനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം. നാളത്തെ ഡേയിൽ വെറുതെ സ്കാൽപ്പിലും ലെങ്തിലേക്കും കൂടി ഓയിൽ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നൈറ്റ് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്കാൽപ്പിലേക്ക് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നാളെ കുളിക്കുന്നതിന് മുൻപായിട്ട് 1 മണിക്കൂർ മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും സ്കാൽപ്പിലേക്കും വളരെ കുറച്ച് ഓയിൽ എടുത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുളിക്കാം കേട്ടോ. അപ്പോൾ നാളത്തെ ഡേയിലും ഷാമ്പൂ വാഷ് കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ ആപ്ലിക്കേഷന് ശേഷം വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതിയാകും. ഷാമ്പൂ കാര്യങ്ങളോ ഇന്നത്തെ ഡേയിലും ഇല്ല, നാളത്തെ ഡേയിലും ഇല്ല കേട്ടോ. അപ്പം നമുക്കിനി അതിൻ്റെ അടുത്ത ദിവസം കാണാം. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ ഡെയിലിയും നാളത്തെ ഡെയിലിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലുമൊക്കെ ചലഞ്ച് എടുക്കുന്നുണ്ടെങ്കിൽ റിസൾട്ട് അറിയിക്കണം കേട്ടോ.